ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് നമ്മുടെ മേജർ ഒരു റവന്യൂ വരുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നാണല്ലോ. അത് വളരെ ശക്തമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നിലനിൽക്കുമല്ലേ ആ ക്രൈസിസ്? ഒരു ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളിലും ഇറാൻ അറ്റാക്ക് ചെയ്തു. അതെ. അപ്പോൾ ഇത് റീബിൽഡ് ചെയ്യുക, അതിൽ നിന്നുള്ള ഒരു എക്കോണമി റിവൈവ് ചെയ്യണ്ടേ? അതെ. അത് ഒരു പക്ഷേ നമ്മളെ ബാധിച്ചേക്കാം. മൊത്തത്തിൽ രാജ്യത്തെ പോലും ബാധിച്ചിട്ടുണ്ടല്ലേ? ഡെഫിനറ്റായിട്ട്. എണ്ണയുടെ പ്രശ്നം, അതിൻ്റെ സപ്ലൈ, പിന്നെ 2030 കൂടി യൂട്ടിലൈസേഷൻ ഓഫ് ഓയിൽ വളരെയധികം കുറയുന്നതാണ്. ആണോ? ഇപ്പോൾ UAE എന്തുകൊണ്ട് ഭാരതവുമായി വളരെ അടുത്ത് വർക്ക് ചെയ്തു, ഒപ്പെക്കിൽ നിന്ന് മാറി. അവരെ സംബന്ധിച്ചിടത്തോളം 2030 മുമ്പ് അവരുടെ ഓയിൽ മാക്സിമം സെല്ല് ചെയ്യണം. ഇന്ന് ഏതാണ്ട് 6-7% വെഹിക്കിൾസ് ഭാരതത്തിൽ നിന്ന് EV ആയി മാറി. മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ ആറ്റമിക് എനർജിയെ പറ്റി വളരെ ശക്തമായി സംസാരിക്കുന്നു. ഈ ചേഞ്ചസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാനോ? അതുകൊണ്ട് റവന്യൂ, പിന്നെ കേരളം ഭാരതം ഇന്ന് ഗ്രോ ചെയ്യുകയാണ്. അപ്പം നാച്ചുറലി ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ബാക്കിയുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ. ഓക്കെ.